ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് ആണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്ലുവൻസി കിട്ടാൻ കൂടുതൽ സഹായിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സ് എന്നല്ലേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ദിസ് ഈസ് ദ റീസൺ വൈ. ദിസ് ഈസ് ദ റീസൺ വൈ. ദിസ് ഈസ് ദ റീസൺ വൈ ഐ കെയിം ഹിയർ എന്ന് പറഞ്ഞാൽ ഈ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദിസ് ഈസ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. ദിസ് ഈസ് ദ റീസൺ വൈ ഐ കെയിം ഹിയർ. ഈ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇതാണ് കാരണം. ഞാനിവിടെ വരാൻ കാരണം ഇതാണ്. ദിസ് ഈസ് ദ റീസൺ വൈ ഷീ വെൻറ്റ് ദർ. ഈ കാരണം കൊണ്ടാണ് അവൾ അവിടെ പോയത്. അവൾ അവിടെ പോകാൻ കാരണം ഇതാണ് കാരണം. ദിസ് ഈസ് ദ റീസൺ വൈ ഐ സെലക്റ്റഡ് ഹിം. ഈ കാരണം കൊണ്ടാണ് ഞാൻ അവനെ സെലക്ട് ചെയ്തത്. ദിസ് ഈസ് ദ റീസൺ വൈ ഐ സെലക്റ്റഡ് ഹിം. ഈ കാരണം കൊണ്ടാണ് അവൾ എന്നും ലേറ്റായിട്ട് വരുന്നത്, ലേറ്റായിട്ട് വരാറുള്ളത് എന്നാണ് മീനിങ്. അപ്പോൾ ദിസ് ഈസ് ദ റീസൺ എന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ്. ദിസ് ഈസ് ദ റീസൺ വൈ എന്ന് പറയുന്നതിന് പകരം ദിസ് ഈസ് വൈ എന്നും പറയാം. അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഐ കോണ്ട് അഫോർഡ് ദിസ് ടിക്കറ്റ്. ദിസ് ഈസ് ദ റീസൺ വൈ ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വരാത്തതിന് കാരണം എന്താണ്? ഐ കാണ്ട് അഫോർഡ് ദിസ് ടിക്കറ്റ്. ഈ ടിക്കറ്റ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ടിക്കറ്റിൻ്റെ ഫെയർ, ആ ടിക്കറ്റിൻ്റെ ആ ഒരു ചിലവാകുന്ന പൈസ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അടുത്ത ഒരു ഫ്രേസ് ഇൻസ്റ്റെഡ് ഓഫ്. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് ഉപയോഗിക്കുന്നത് പകരമായി എന്ന് പറയില്ലേ നമ്മൾ. ടി വി കാണുന്നതിന് പകരം അവൻ ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് വരയ്ക്കുകയാണ്. പഠിക്കുന്നതിന് പകരം അവൻ ടി വി വാച്ച് ചെയ്യുകയാണ്. എഴുതുന്നതിന് പകരം അവൻ വായിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. ഒരു കാര്യത്തിന് പകരം വേറൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് എന്ന് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിന് പകരമായി. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുന്നതിന് പകരമായി. ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ഹിയർ, ഇവിടെ വരുന്നതിന് പകരമായി എന്നാണ് മീനിങ്. ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു മീ യു ആർ യൂസിങ് യുവർ മൊബൈൽ. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന് പകരമായി? ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു മീ, എന്നോട് സംസാരിക്കുന്നതിന് പകരമായി. ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു മീ യു ആർ യൂസിങ് യുവർ മൊബൈൽ. ഹി ഷുഡ് സ്റ്റഡി ഹിസ് ലെസൺസ് ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി. അവൻ അവൻ്റെ ലെസൺസൊക്കെ പഠിക്കണം ടി വി വാച്ച് ചെയ്യുന്നതിന് പകരമായി. ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി. യു ബോട്ട് എ കമ്പ്യൂട്ടർ ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ലാപ്ടോപ്പ്. യു ബോട്ട് എ കമ്പ്യൂട്ടർ ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ലാപ്ടോപ്പ്. ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് പകരമായി നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങി. യു ആർ ടോക്കിംഗ് ടു മീ ഇൻ മലയാളം ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് പകരമായി നിങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണ്. യു ആർ ടോക്കിംഗ് ടു മീ ഇൻ മലയാളം ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എന്ന ഫ്രേസും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. ഇനി അടുത്ത ഫ്രേസ് വിതൗട്ട് ഡൗട്ട്. സംശയമില്ലാതെ. വിതൗട്ട് ഡൗട്ട് ഹി വിൽ ബി എ ഗ്രേറ്റ് ലീഡർ. ഒരു സംശയവുമില്ല എന്തിലാണ്? ഹി വിൽ ബി എ ഗ്രേറ്റ് ലീഡർ. അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡർ, വലിയ ഒരു നേതാവായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിസ്സംശയം പറയാം അത്. ഷീ ഈസ് വിതൗട്ട് ഡൗട്ട് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഐ ഹാവ് എവർ ടോട്ട്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്റ്റുഡൻറ്റ് ആണ് അവൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ്. ഷീ ഈസ് വിതൗട്ട് ഡൗട്ട് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഐ ഹാവ് എവർ ടോട്ട്. ഇനി വേറൊരു സ്ട്രക്ചർ ഫോർ നോ റീസൺ. ഫോർ നോ റീസൺ എന്നാൽ ഒരു കാരണവുമില്ലാതെ. ഇനി അതുതന്നെ നമുക്ക് ഫോർ നത്തിങ് എന്നും പറയാം. ഫോർ നത്തിങ്.
ഒന്നും ഒരു കാര്യവുമില്ല, പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ലാതെ. എന്താ ഇവിടെ നടക്കുന്നത് എന്നൊരാളോട് ചോദിക്കുമ്പോൾ നോ, ഐ ആം വാക്കിംഗ് ഹിയർ ഫോർ നത്തിങ്, അതല്ലെങ്കിൽ ഐ ആം വാക്കിംഗ് ഹിയർ ഫോർ നോ റീസൺ. ഞാൻ ഇവിടെ നടക്കുന്ന വെറുതെ ഒരു കാര്യവുമില്ലാതെ വെറുതെ നടക്കുകയാണ്, പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. ഫോർ നോ റീസൺ, അതല്ലെങ്കിൽ ഫോർ നത്തിങ് എന്നും പറയാം. ഷീ ഈസ് ക്രൈയിങ് ഫോർ നോ റീസൺ. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവുമില്ലാതെ. ഷീ ഈസ് ക്രൈയിങ് ഫോർ നോ റീസൺ. ഐ കെയിം ഹിയർ ഫോർ നോ റീസൺ. ഞാൻ ഇവിടെ വന്നത് ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു കാരണവും അതിൻ്റെ ഒരു ഉദ്ദേശവും അതിനില്ല എന്നാണ്. ഐ കെയിം ഹിയർ ഫോർ നത്തിങ്, അതല്ലെങ്കിൽ ഐ കെയിം ഹിയർ ഫോർ നോ റീസൺ. ഐ ആം സിറ്റിംഗ് ഹിയർ ഫോർ നോ റീസൺ. ഞാനിവിടെ ഇരിക്കുന്നത് ഒരു കാരണവുമില്ലാതെയാണ്. ഐ ആം സിറ്റിംഗ് ഹിയർ ഫോർ നോ റീസൺ. ഐ ആം ഗോയിങ് ദർ ഫോർ നോ റീസൺ. ഞാൻ അവിടെ പോകുന്നത് ഒരു കാരണവുമില്ലാതെയാണ്. അപ്പോൾ ഫോർ നോ റീസൺ അതും ഈസിയായി അല്ലേ. അടുത്തത് ബൈ ദ വേ. എന്താ ബൈ ദ വേ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, കുറേ സമയമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഓ ഇയാൾ എന്താ ചെയ്യുന്നത്, എന്താണ് ഇയാളുടെ ജോലി എന്ന് ചോദിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ സംസാരത്തിൽ നിന്നൊന്നും മാറി ആ ടോപ്പിക് ഒന്ന് മാറ്റിയിട്ട് ബൈ ദ വേ വാട്ട് ഡു യു ഡു, എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്, വാട്ട് ഈസ് യുവർ ജോബ്, ബൈ ദ വേ വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിക്കാം. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ ടോപ്പിക്കിൽ നിന്ന് മാറി ഒരു കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ ബൈ ദ വേ എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. ബൈ ദ വേ വാട്ട് ഡു യു ഡു, എന്താ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ. ബൈ ദ വേ വാട്ട് അബൌട്ട് യുവർ ജോബ്, എന്താണ് നിങ്ങളുടെ ജോലി. അടുത്തത് അൺനോയിങ്ലി. അൺനോയിങ്ലി എന്ന് പറഞ്ഞാൽ അറിയാതെ, പർപ്പസ്ലി അല്ല, ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടൊന്നുമല്ല, അറിയാതെ ചെയ്തു പോയതാണ്, ഞാനത് ആ തെറ്റ് അറിയാതെ ചെയ്തു പോയതാണ്, ഞാനങ്ങനെ ചെയ്തത് അറിയാതെയാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് അൺനോയിങ്ലി. ഹി ഹാഡ് ബ്രോക്കൺ ദ റൂൾസ് അൺനോയിങ്ലി. റൂൾസൊക്കെ ബ്രേക്ക് ചെയ്തത്, നിയമങ്ങളൊക്കെ റൂളുകളൊക്കെ തെറ്റിച്ചത് അറിയാതെയാണ്, അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഹി ഹാഡ് ബ്രോക്കൺ ദ റൂൾസ് അൺനോയിങ്ലി. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് അൺനോയിങ്ലി. ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയി, അത് അറിയാതെ ചെയ്തു പോയതാണ്, അൺനോയിങ്ലി. അപ്പോൾ ഇന്ന് പഠിച്ച ഈ എക്സ്പ്രഷൻസ് ആൻഡ് ഫ്രേസസ് വളരെ ഈസി അല്ലേ, നമുക്ക് സംഭാഷണങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും.